ബീഫ് വരട്ട്, ചിക്കൻ വരട്ട്, മട്ടൻ വരട്ട് അതിൻ്റെയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്ന രീതിയിലേ നമുക്ക് വേറൊരു വരട്ട് ഉണ്ടാക്കിയാലാ? മുട്ട വരട്ട്. അത് നമ്മളുടെ കാടമുട്ട അതാട്ടാ. എൻ്റെ കാടമുട്ടയാണെങ്കിൽ എങ്ങനെ വലിച്ചെറിഞ്ഞാൽ പോലും പൊട്ടൂല. കണ്ടാ മനസ്സിലായില്ലേ? സംഭവം ഞാൻ പുഴുങ്ങിയതാട്ടാ. വേറൊന്നും അല്ലത് പൊട്ടാത്തത്. ഉപ്പ് ചേർത്തിട്ടാട്ടാ പുഴുങ്ങിയത്. കാടമുട്ടൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതൊക്കെ നമ്മുടെ കോഴീൻ്റെ മുട്ടയൊക്കെ എന്തൊരു എളുപ്പം അതൊക്കെ കളഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കുണ്ടല്ല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലോണം നല്ല മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു 3-4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന നേരം കൊണ്ടേ നമുക്കൊരു മിക്സർ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മല്ലിയില, പുതിന, കറിവേപ്പില, പച്ചമുളക്, പിന്നെ പെരിഞ്ചീരകം, കുരുമുളക്, പിന്നെ കുറേശ്ശെ മഞ്ഞൾപ്പൊടി, മുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് സോയാ സോസും കുറച്ച് ഉപ്പും, പിന്നെ നമ്മളിത് അരച്ചെടുക്കണത് തൈര് ചേർത്തിട്ടാട്ടാ. ഇത് അരച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നേരെ മുട്ടയിലോട്ട് ഇട്ടിട്ടെ ഇതങ്ങോട്ട് നല്ലോണം വരട്ടിയെടുക്കണം. അതിൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളത്തിൻ്റെ മയോക്കില്ലേ അതൊക്കെ അങ്ങോട്ട് വറ്റി ആ മുട്ടമ്മ ഈ ഒരു മസാല നല്ലോണം കോട്ടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോഴേ ടൂത്ത് പിക്ക് കുത്തിയിട്ടല്ലേ തരുന്നത്. ഞാനും കുത്തിയിട്ടുണ്ട് 2 ടൂത്ത് പിക്ക്. അതെന്തായാലും വീഡിയോയിൽ കാണിക്കണം. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തിയ ടൂത്ത് പിക്കാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണിക്കണ്ടേ എൻ്റെ കഷ്ടപ്പാടിൻ്റെ വില.